ഹായ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് കുറഞ്ഞ ചേരുവകൾ കൊണ്ട് ഒരു അടിപൊളി മുട്ടക്കറി എങ്ങനെ ഉണ്ടാക്കാന്നുള്ള റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിതാ ഒരു ഉരുളക്കിഴങ്ങ്, ഒരു ഉള്ളി, ഒരു തക്കാളി എന്നിവയാണ് എടുത്തിട്ടുള്ളത്. ഉരുളക്കിഴങ്ങ് ഇതിപ്പോൾ അത്യാവശ്യം കുറച്ച് വലുപ്പമുള്ളതാണ്, അതുകൊണ്ട് ഞാൻ ഒന്ന് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ അടുത്ത് ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുത്തോളൂ. പിന്നെ ഉള്ളിയും തക്കാളിയൊക്കെ മീഡിയം സൈസ് മതി. ഇതിപ്പോൾ നമ്മൾ വാട്ടുന്നൊന്നുമില്ല. ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നല്ലോണം കഴുകിയിട്ട് മൂന്നും കൂടെ മുറിച്ചിട്ട് ഒരുമിച്ച് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉലുവ ഇടുന്ന സമയത്ത് ഒരു പ്രത്യേക ടേസ്റ്റാണ്, അപ്പോൾ നിർബന്ധമായിട്ടും ഉലുവ യൂസ് ചെയ്യണേ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി ഇതിപ്പോൾ നല്ലോണം എരിവുള്ളതായതുകൊണ്ട് 1/2 ടീസ്പൂൺ യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ അടുത്ത് എരിവ് കുറവുള്ളതാണെങ്കിൽ 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തോളൂ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലോട്ട് വേണ്ടത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ഞാനത് 1/2 ടീസ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് വേറൊരു സാധനം കൂടി ഇതിലോട്ട് വേണം, അത് നമ്മുടെ ചിക്കൻ മസാലയാണ്. ചിക്കൻ മസാല ഇടുന്ന സമയത്ത് ഒരു പ്രത്യേക ഫ്ലേവർ ആയിരിക്കുമല്ലോ. അപ്പോൾ ചിക്കൻ മസാല ഞാൻ 1 ടീസ്പൂൺ എടുക്കുന്നുണ്ട് കേട്ടോ, അതും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഉപ്പാണ് വേണ്ടത്. അതിപ്പോൾ ആവശ്യത്തിന് എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ഞാനിതിപ്പോൾ 1 ടീസ്പൂണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പം വേണമെങ്കിൽ നമുക്ക് പിന്നെ നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതിയല്ലോ. അപ്പം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഞാനൊന്ന് അടുപ്പിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. നല്ലോണം ഒന്ന് വേവായി കിട്ടണ്ടേ. ഇതിപ്പോൾ ഒരു 4 വിസിലൊക്കെ അടിച്ചാലേ ഇവിടുത്തെ കുക്കറിൽ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് നല്ലോണം വേവായി കിട്ടുള്ളൂ. ആ സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ ബാക്കി പരിപാടീസ് നോക്കാം. നമ്മളിതിന്ന് തേങ്ങ വറുത്തരച്ചിട്ടാണ് കറി വെക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനതൊരു 1/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഞാൻ കുറച്ച് കറിയേ വെക്കുന്നുള്ളൂ, അതുകൊണ്ട് 1/4 കപ്പ് തേങ്ങ എടുത്തിട്ടുള്ളത്. ഈ തേങ്ങയുടെ അടിഭാഗമല്ലേ, ആ കറുത്ത ഭാഗമൊക്കെ അല്ലേ, അതുപോലും വേസ്റ്റ് ആകാതെ ഞാൻ മൊത്തം ചിരകി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിപ്പോൾ ഇങ്ങനെ വറക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്നായി കിട്ടും. ഇനി നമുക്കിതിലോട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമുണ്ട്. അത് നോക്കിയേ, 4 വെളുത്തുള്ളിയാണ് ഞാൻ ആദ്യം എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് 2 അല്ലി ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് വേണ്ടത് എന്താ വെച്ചാൽ ഒരു ഏലക്കായും കുറച്ച് പെരുംജീരകം കൂടെ എടുത്തിട്ടുണ്ട്. ഏലക്കായ കൂടി പോകണ്ട, അപ്പം ടേസ്റ്റ് വേറെ എന്തോ ടേസ്റ്റ് ആവും കേട്ടോ. ഒരു ഏലക്കായ ഇട്ടാൽ മതിയേ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 3 കഷ്ണം, ചെറിയ കഷ്ണം മതി, പട്ടയും 2 ഗ്രാമ്പും അതും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മതിയേ, ഇതൊക്കെ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ടത് നല്ലോണം ഒന്ന് വറുത്തെടുത്തിട്ട് ഫൈനായിട്ട് അരയ്ക്കണം കേട്ടോ. ഞാനിപ്പോൾ മിക്സിയുടെ ജാറിലിട്ട് തന്നെയാണ് അരച്ചെടുക്കുന്നത്. അമ്മിയൊന്നും ഇപ്പോൾ അങ്ങനെ ആരും യൂസ് ചെയ്യുന്നില്ലല്ലോ. പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ. ഇത്തരം സിമ്പിളായിട്ടുള്ള റെസിപ്പീസാണ് നമ്മുടെ ചാനലിൽ കൂടി ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. ഇതിപ്പോൾ നോക്കിയേ, നമ്മുടെ കുക്കറിലോട്ട് വെച്ച ആ സംഭവം ഉണ്ടല്ലോ, ഉരുളക്കിഴങ്ങ് ഉള്ളിയും തക്കാളിയൊക്കെ നല്ലോണം ഒന്ന് വേവായി കിട്ടിയിട്ടുണ്ട്. ഉരുളക്കിഴങ്ങൊക്കെ ഇതങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഉടച്ചെടുക്കണേ. ഉരുളക്കിഴങ്ങ് നല്ലോണം വെന്തുടഞ്ഞിട്ട് വേണം ഈ കറി വെക്കാൻ വേണ്ടിയിട്ട്. ഇനിയിതിപ്പോൾ നോക്കിയാൽ നമ്മളെ ആ അരച്ച് വെച്ച തേങ്ങ ഉണ്ടല്ലോ, അതും കൂടെ ഇതിലോട്ട് ഇങ്ങനെ കലക്കി കൊടുക്കുന്നുണ്ട്. ഇത് നല്ലോണം ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇങ്ങനെ മിക്സാക്കി കൊടുത്തോളൂ കേട്ടോ. ഇതിപ്പോൾ ഫ്ലെയിം ഓണൊന്നുമല്ലേ, ഓഫിലാണേ. തേങ്ങ കലക്കുന്ന സമയത്ത് ഫ്ലെയിം ഓഫാക്കി തന്നെ നിന്നോട്ടെ. ഇനി നമുക്ക് പുഴുങ്ങി വെച്ച മുട്ട എടുക്കാം. ഞാനിപ്പോൾ 4 മുട്ടയാണ് പുഴുങ്ങി വെച്ചിട്ടുള്ളത്. അതിപ്പോൾ ഇങ്ങനെ നോക്കിയാൽ തൊലിയൊക്കെ കളഞ്ഞ് നമ്മൾ നടു കൂടെ ഇങ്ങനെ മുറിച്ചെടുക്കൂലേ, അങ്ങനെ മുറിച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലോട്ട് വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ ഓരോന്നായിട്ട് എടുത്ത് നമ്മളിപ്പോൾ കറിയില്ലേ, തേങ്ങ കലക്കി വെച്ചില്ലേ, അതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ നോക്കിയാൽ ഞാൻ ഓരോ മുട്ട എടുത്ത് ഇങ്ങനെ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഫ്ലെയിം ഓണാക്കി എടുക്കാം. ജസ്റ്റ് തിളയൊക്കെ ഇങ്ങനെ വരുന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്കിതിലോട്ട് വേറൊരു ഇൻഗ്രീഡിയൻറ്റിൻ്റെ ആവശ്യമുണ്ട്. നമ്മൾ ഇത്ര നേരമായിട്ട് അത് ഇട്ടിട്ടില്ലായിരുന്നു. അത് നമ്മുടെ കുരുമുളക് പൊടിയാണ്. അതിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളത്. അത്രയൊക്കെ മതിയാവും. നിങ്ങൾ എരിവ് നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ടാൽ മതി. ഈ സമയത്ത് ഉപ്പോ ഇനിയിപ്പോൾ മല്ലിപ്പൊടി എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതിയേ. പിന്നെ കുറച്ച് ചപ്പും കറിവേപ്പിലയും പിന്നെ മല്ലിച്ചപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നല്ലോണം ഒന്ന് തിളച്ച് കുറുകി കിട്ടിയാൽ മതി. ഇത്രയേ ഉള്ളൂ, നമ്മുടെ കറി ഇവിടെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിപ്പം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും മാത്രമല്ല, നമ്മുടെ ചോറില്ലേ അതിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിഷാണ്. അപ്പം മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവരും. ഓക്കെ, ബൈ.